ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ സമയത്ത് എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ സാധിക്കില്ല. തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് ഒരു പെൺകുട്ടിയാ. എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തണം. നമ്മുടെ ടീമിനെ അലേർട്ട് ആക്കണം. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തന്നെ പോയി സാധിക്കുന്ന എല്ലാ വഴികളിലൂടെയും ദേവികയെ കണ്ടെത്താൻ ശ്രമിക്കണം. ശരി മോളെ, എന്നാ ഞങ്ങൾ ഇറങ്ങുക. എന്ത് വിവരം കിട്ടിയാലും ഉടനെ തന്നെ അറിയിച്ചോളാം. ഓൾ ദി ബെസ്റ്റ്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തോണ്ട് ഇതിനൊരു പരിഹാരം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതെ അഞ്ജു, നീ പറഞ്ഞ പോലെ ആ മന്ത്രിയുടെ മകനാണ് ഇതിന്റെ പിന്നിലെങ്കിൽ നമ്മളതിന്റെ പിന്നാലെ പോകാതിരിക്കുന്നത് നല്ലത്. നമ്മുടെ വീട്ടിൽ വന്നല്ലേ ദേവിക, അപ്പൊ നമുക്ക് ഉത്തരവാദിത്വമില്ലേ? ആന്റിക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ പറയുന്നോന്ന്? ഉത്തരവാദിത്തം ഇല്ലാന്നല്ലല്ലോ നാത്തും പറഞ്ഞത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം പോലീസിൽ അറിയിക്കാന്നുള്ളതാ. അത് ചെയ്തു കഴിഞ്ഞു, ബാക്കി അവര് നോക്കട്ടെ. ഇല്ല അമ്മ, അങ്ങനെ ഓർത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. അഞ്ജു, നിന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാ തുറന്നു പറ. പൂർണിമ ചേച്ചി വിചാരിച്ചാ നമ്മളെ സഹായിക്കാൻ പറ്റും. എങ്ങനെ? ദേവികയുടെ കാര്യത്തെ കുറിച്ച് ടിവിയിലൊരു ന്യൂസ് വന്ന അത് വലിയൊരു ചർച്ചയാവില്ലേ? അങ്ങനെയായ പോലീസുകാർ ഫോഴ്സ്ഫുള്ളി ഇതിനെ കുറിച്ച് സീരിയസ് ആയിട്ട് അന്വേഷിക്കില്ലേ? അതൊരു നല്ല ഐഡിയ ആണല്ലോ. ചാനലിലെ ചർച്ച സോഷ്യൽ മീഡിയയിലൂടെ നല്ല രീതിയിൽ പ്രചരിക്കും. പക്ഷെ ഇതുപോലെ പ്രബലരായ ആൾക്കാർ ഇടപെട്ട ന്യൂസ് സംപ്രേഷണം ചെയ്യാൻ ചേച്ചി തയ്യാറാവോ? അതാ എനിക്ക് സംശയം. ഹഷി പറഞ്ഞ ചേച്ചി കേക്കും. ശരിയാ, പൃഥ്വിന്റെയും നിന്റെയും കല്യാണം ഉടനെ നടക്കാൻ പോകുന്ന സ്ഥിതിക്ക് അഷി ഒരു കാര്യം ആവശ്യപ്പെട്ട പൂർണ്ണിമ അത് തള്ളിക്കളയില്ല. നീ ഒന്ന് സംസാരിച്ചു നോക്കഷി, നടന്ന നല്ലൊരു കാര്യല്ലേ? ഒന്ന് പറ ഹഷി. ഞാൻ പൂർണ്ണിമ ചേച്ചിയോടൊന്ന് സംസാരിച്ചു നോക്കാം. ഹലോ അഷിതേ. പറഞ്ഞോ ചേച്ചി, അത് എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. എന്താ അഷി? ഒരു പ്രശ്നം ഉണ്ടായി. അതെങ്ങനെയാ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അതാ ഞാൻ ചേച്ചിയോട് പറയുന്നത്. എന്താണെങ്കിലും പറഞ്ഞോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാലോ. ഇത് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണോ അഷി? അതൊക്കെ ദേവികയുടെ അച്ഛനും അമ്മയെ അറിയിച്ചതാ. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. മനസ്സിലായി. എന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു തരാം. ശരി, താങ്ക് യു ചേച്ചി. ശരി അഷി, ഓക്കെ. ഹലോ, പോലീസ് സ്റ്റേഷൻ. അതെ, ഒരു ദേവികയുടെ മിസ്സിംഗ് കേസിനെ കുറിച്ച് അറിയാനാ വിളിച്ചത്. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? ഞാൻ ഇന്ദ്ര ടിവിന്ന് പൂർണിമയാണ്. ഏത് ദേവിയുടെ കാര്യമാണ് മാഡം പറയുന്നത്? ഇന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കാറിൽ പിടിച്ചോണ്ട് പോയതായിട്ടൊരു കംപ്ലൈന്റ് കിട്ടിയില്ലേ? ഓ, അങ്ങനെ ഒരു കേസിന്റെ കാര്യം പറഞ്ഞൊരു ഫോൺ കോൾ വന്നിരുന്നു. ഓ, സ്റ്റേഷനിൽ നിന്ന് SI ടീമൊക്കെ പോയിട്ടുണ്ട് മാഡം. ഓക്കെ. ഹലോ, ഒരു കേസ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യണമായിരുന്നു. ഡീറ്റെയിൽസ് പറഞ്ഞോളൂ മാഡം.